Friends. വരാൻ സാധ്യത തീരെ കുറവാ. അതെന്താ? നമ്മൾ ഈ 3 ദിവസവും നമ്മുടെ പഴയ ദുശീലങ്ങളും അതു മാറ്റിയ വഴികളുമല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാ, ഇന്ന് ആദത്തിന്റെ ഊഴമാ. ദേ അവൻ വന്നു. ഇന്ന് നിന്റെ ഊഴല്ലേ? ഞാനും മറന്നിട്ടില്ല റോമിക്സേ. ഒരു സെക്കൻഡ്. സൈക്കിൾ ചവിട്ടി വന്നതല്ലേ, അതിന്റെ ക്ഷീണം കാണും. കാണും കാണും. ഓക്കേ, ഞാൻ റെഡിയായി ഫ്രണ്ട്സ്. ശരി, എന്തായിരുന്നു നിന്റെ ദുശീലം? അതെങ്ങനെ മാറി? ഞാൻ 4 വയസ്സുവരെ വിരല് കടിക്കുമായിരുന്നു. അതെന്താ, നിനക്ക് വീട്ടിലൊന്നും കുടിക്കാൻ തരില്ലായിരുന്നോ? എന്തൊരു ദുശീലമാ റോമിക്സ്. ശരിയാ, ഞാനും അതേപ്പറ്റി കേട്ടിട്ടുണ്ട്. ഓ, എന്തൊരു പാടായിരുന്നു അതൊന്ന് മാറ്റി കിട്ടാൻ. നീ തന്നെയാണോ അത് മാറ്റിയെടുത്തത്? ഏയ് അല്ലല്ല, രാത്രിയിൽ കൈ കെട്ടിയിട്ടാൽ പോലും രാവിലെ ആകുമ്പോൾ ആ കൈ എന്റെ വായിൽ തന്നെ കാണും. പകലും അത് തന്നെ അവസ്ഥ. അവസാനം എന്തു ചെയ്തു? മമ്മി ഒരു ബുദ്ധി പ്രയോഗിച്ചു. എന്റെ പാകമായ നിക്കറെല്ലാം മമ്മി അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് പകരം അയഞ്ഞ നിക്കറ് മാത്രമേ എനിക്ക് തന്നു. അങ്ങനെയായാൽ എങ്ങനെയാ ആദം വിരലുകൂടി നിൽക്കുന്നത്? എന്റെ സ്റ്റെഫി, ഇട്ടിരിക്കുന്ന നിക്കർ അയഞ്ഞതല്ലേ, അത് വലിച്ചു കയറ്റാൻ മാത്രല്ലേ പിന്നെ സമയം കാണൂ. അതിനിടെ എവിടെ ആ വിരല് കടിക്കാൻ സമയം? അങ്ങനെ ആ ദുശീല അങ്ങ് മറന്നുപോയി. അതേതായാലും കൊള്ളാം. അയ്യോ, മറന്നല്ലോ, നമ്മുടെ നേച്ചർ ക്ലബ്. ശരിയാണല്ലോ, നമ്മുടെ പ്ലാനും പദ്ധതികളൊക്കെ പറഞ്ഞ ഗ്രാൻഡ് പെയിൻ തോമസ് അങ്കിളും സപ്പോർട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്. അവരിപ്പോൾ അതിന്റെ ചർച്ചയിലായിരിക്കും. അടുത്ത ആഴ്ചയല്ലേ പരിസ്ഥിതി ദിനം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷം നമ്മൾ ബോധവൽക്കരണ സെമിനാർ മാത്രമല്ലേ നടത്തിയുള്ളൂ. ഇത്തവണ വൃക്ഷത്തൈ വിതരണം കൂടി സംഘടിപ്പിച്ചാലോ? അതൊരു നല്ല കാര്യമാ ചായ. കൂട്ടത്തിൽ കുറെ പച്ചക്കറി വിത്ത് കൂടി കൊടുത്താൽ പരിപാടി ഗംഭീരമാകും. ശരിയാ, അതെല്ലാവർക്കും ഒരു ഉപകാരമാകും. കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിടെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് തോമസേ, ഞാൻ അവിടെ ഒന്ന് ശ്രമിക്കാം. എന്തായാലും പരിപാടി ഗംഭീരമാക്കണം. പിന്നെ കുട്ടികളുടെ സഹകരണവും ഉറപ്പുവരുത്തണം. അത് നമ്മുടെ പ്രിൻസും കൂട്ടുകാരും നോക്കിക്കോളും. അത് അവരെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. നേച്ചർ ക്ലബ്ബ് എന്നൊരാശയം അവർ മുന്നോട്ട് വെച്ചിരുന്നു. വിശദാംശങ്ങൾ അടുത്ത ദിവസം അവതരിപ്പിക്കാമെന്നും പറഞ്ഞു. അതിനെന്താ, അതിന് നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകാമല്ലോ. ഇന്നലെ പള്ളിയിൽ പോയപ്പോ കുറഞ്ഞതൊരു 5-6 പേരെങ്കിലും ചോദിച്ചു നമ്മുടെ പുതിയ വീടു പണിയെപ്പറ്റി. എന്നിട്ട് അമ്മച്ചി എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനാ, പണി നടക്കുന്നു എന്നങ്ങ് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഇനിയിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ അടുപ്പിക്കണം. അതെ അമ്മച്ചി, ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. തടിയൊക്കെ ഇനി എവിടുന്നാണോ വാങ്ങുന്നത്? തടി വാങ്ങാനോ? നമ്മുടെ പറമ്പിലുള്ളത് മതിയാകുമല്ലോ. ശരിയാണല്ലോ, ആ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന ആഞ്ഞിലി തന്നെ ധാരാളം. അതെ, വെറുതെ അത്രയും പൈസ കൊണ്ട് കളയേണ്ട ആവശ്യം എന്താ?
അല്ലെങ്കിൽ ആ വാങ്ങുന്ന തടി നല്ലതാണെന്ന് എന്താ ഉറപ്പ്? ഏതായാലും നമുക്കെല്ലാവർക്കും ഇരുന്നൊന്ന് ആലോചിക്കാം. എന്താ? അത് മതി അമ്മച്ചി. അപ്പച്ചൻ വരുമ്പോ നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കാം. ഇനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എപ്പോഴാണോ വരുന്നേ? അല്ല പ്രിൻസ്, ഈ നേച്ചർ ക്ലബ് എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഇത്രയും നേരം നീ സംസാരിച്ചതോ? അതെ. അത് ഞാൻ വെറുതെ ആട്ടം കാണുകയായിരുന്നു. നീ ആ ചൊല്ല് മുഴുവനും പറ. പൊട്ടൻ ആട്ടം കാണുക എന്നല്ലേ? ആരോ അറിഞ്ഞുണ്ടാക്കിയ ചൊല്ലാണ്. ഓ, അതൊക്കെ വിട്. അതെ, അതാണ് അതിന്റെ ശരി. ഇനി അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുവോ? ആദം, എല്ലാ ക്ലബ്ബുകളെയും പോലെ ഇതും ഒരു കൂട്ടായ്മയാണ്. എന്നാൽ നമ്മളെ എല്ലാ പ്രവൃത്തികളും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഇനി എന്റെ ഈ തലച്ചോറ് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരിക്കും. അപ്പോ നിന്റെ കയ്യിൽ നിന്ന് വലിയ സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ടെന്നർത്ഥം. എന്നാ തോമസേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ആയിക്കോട്ടെ ചായ. വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട് ഒരു 10,000 കാര്യങ്ങൾ അടുപ്പിക്കാനുണ്ട്. ശരിയാ, എന്തിനും അച്ചായൻ തന്നെ ഓടണ്ടേ? അതേന്നേ, ഞാൻ എന്നാ ചെല്ലട്ടെ? ശരിയാ ചായ. എന്തോ കാര്യം പറയാനുള്ളതുപോലെ തോന്നുന്നല്ലോ. വീടിന്റെ പണി തീർന്നു വരുമല്ലേ? തടിയെടുക്കുന്ന കാര്യം എന്തായി? അതിനൊക്കെ ഇനി സമയമില്ലേ? നമുക്ക് തടി പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം പറമ്പിലെ ആ ആഞ്ഞിലി അങ്ങ് മുറിച്ചാലോ? അതാകുമ്പോ നമുക്ക് വിശ്വസിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. അത് വേണോ? ഇത്രയും തണല് തരുന്ന ആ മരം മുറിച്ചാൽ നമ്മുടെ വീടിനുള്ളിലെ ആ കുളിർമയെല്ലാം നഷ്ടപ്പെടില്ലേ? മാത്രമല്ല, എത്രയെത്ര പക്ഷികളാ അതിൽ കൂടുകൂട്ടിയിരിക്കുന്നത്. അവർക്ക് വീട് നഷ്ടപ്പെടില്ലേ? തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റൊരു മാർഗം നോക്കാം. ശരിയാ, ഞാനും അതേപ്പറ്റി ആലോചിച്ചില്ല. അച്ചായൻ പറഞ്ഞതാ അതിന്റെ ശരി. സംശയം. എന്തു പറ്റി? ഈ പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസ് മോനെ, പരിസ്ഥിതി ദിനത്തിലെന്നല്ല, എല്ലാ ദിവസവും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അതിലാണ് കാര്യമിരിക്കുന്നത്. പിന്നെ എന്തിനാ ഗ്രാൻഡ് പ ഇതിനായി ഒരു പ്രത്യേക ദിനം? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിൻസ് മോനെ. നമ്മൾ പ്രകൃതിക്ക്
എന്തെങ്കിലും നൽകിയാൽ അത് 100 ഇരട്ടിയായി നമുക്ക് തിരികെ കിട്ടും. എന്നാൽ നമ്മൾ ഇടതടവില്ലാതെ ചൂഷണം ചെയ്താലോ പ്രകൃതി തന്നെ എല്ലാം കവർന്നെടുക്കും. ഈ സുനാമിയും ഭൂകമ്പമൊക്കെ പോലെ അല്ലേ? അതെ. ഗ്രാൻഡ്പാ, ഞങ്ങളൊരു നേച്ചർ ക്ലബ്ബ് ഉണ്ടാക്കാനുള്ള പദ്ധതിയിലായിരുന്നു. ആണോ? നല്ലത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വായനശാലയുടെ കീഴിൽ പ്രവർത്തിക്കാം. ആ, അതായിരിക്കും ഗ്രാൻഡ്പാ കൂടുതൽ നല്ലത്. ഞാൻ ഏതായാലും അവരോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായിരുന്നു ഇത്തവണത്തെ പരിസ്ഥിതി ദിനം. ശരിയാ തോമസേ, എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചതായൊരു തോന്നലുണ്ട്. ഇത്തവണ നമ്മൾ നൽകിയ തൈകളുടെയും മറ്റും കണക്ക് ഞാൻ നോക്കിയിരുന്നു. 900-നോടടുത്ത് വൃക്ഷത്തൈകൾ, ഏകദേശം അത്രയും തന്നെ ഔഷധ സസ്യങ്ങൾ, പച്ചക്കറികൾ. അപ്പോ നമ്മുടെ ഈ പരിപാടി യഥാർത്ഥത്തിൽ ഒരു വൻ വിജയം തന്നെയായിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായും അച്ചായ. പിന്നെ കുട്ടികളുടെ കൂടി പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ശരിയാ, കുട്ടികൾ അവരുടെ റോളുകൾ നന്നായി നിർവഹിച്ചു. അത്രയും കുട്ടികളെ സംഘടിപ്പിച്ചതിനുള്ള ഫുൾ ക്രെഡിറ്റും പ്രിൻസിനും കൂട്ടുകാർക്കും ഉള്ളതാണ്. ഞാൻ അവരെ നേരി കണ്ട് അഭിനന്ദിക്കുന്നുണ്ട്. അവരും വലിയ ത്രില്ലിലായിരുന്നു. കാരണം അവർ ഇതേപോലെയുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിലും പങ്കാളികളാവുന്നത് ആദ്യമായിട്ടാണല്ലോ. ഏതായാലും അവരും കൂടെ വന്നപ്പോഴാ പരിപാടി ഒരു അരങ്ങായത്. അതെ അതെ, എല്ലാവരും എവിടെയാണോ എന്തോ. കഴിഞ്ഞ പരിസ്ഥിതി ദിനം നമ്മളെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസമായിരുന്നല്ലേ? ശരിയാ സ്റ്റെഫി, എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു എന്നൊരു തോന്നൽ. അതെ പ്രിൻസേ, മനസ്സിനും ഒരു തൃപ്തി. നമ്മൾ ആദ്യമായല്ലേ ഇതുപോലുള്ള ഒരു പരിപാടിക്ക് സഹകരിക്കുന്നത്. ഞാൻ കാലങ്ങളായി സഹകരിക്കുന്നതാണല്ലോ. അതെ അതെ അതെ, ശരിക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്നു. ആ, അങ്ങനെയായിരുന്നോ കാര്യങ്ങൾ? അതെ, നമ്മളിപ്പോ ഇങ്ങനെ അഭിമാനിച്ചു നിൽക്കുമ്പോൾ എന്നെ മാത്രമായിട്ട് അപമാനിക്കല്ലേ പ്ലീസ്. ശരിക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്നു. ഇത്രയും വലിയ ഒരു പരിപാടിയുടെ ഭാഗമായതിന്റെ ആയിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. ഞാനും എല്ലാവരെയും ശ്രദ്ധിച്ചു. ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും കഴിവും ആത്മാർത്ഥതയും ഉള്ളവരാ. ഓഹോ, അപ്പൊ നിങ്ങളെന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ദേ, തോമസ് അങ്കിൾ വരുന്നു. കർത്താവേ, ഈ തോമസ് അങ്കിൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? എടാ, നിന്നെ ഏൽപ്പിച്ച തൈയെല്ലാം നീ കൊടുത്തായിരുന്നല്ലോ അല്ലേ? ടെൻഷൻ അടിപ്പിക്കല്ലേ റോമിക്സ്. ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇരിക്കിരിക്കേ, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടെന്ന് നന്ദി പറയാൻ വന്നതാ. എന്തിനാ അങ്കിൾ? പരിസ്ഥിതി ദിനത്തിലെ നമ്മുടെ പരിപാടികൾ അത്രമേൽ ഗംഭീരമായിരുന്നല്ലോ. എല്ലാവർക്കും നല്ല അഭിപ്രായവും. അഭിപ്രായം പറഞ്ഞവരെല്ലാരും നിങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അതുകൂടി അറിയിക്കാനാണ് ഞാൻ നേരിട്ട് നിങ്ങളെ കാണാൻ വന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി തോമസ് അങ്കിളെ. ശരി ശരി, എന്നാ മക്കളെ നമുക്ക് വീണ്ടും കാണാം. ശരി അങ്കിൾ. ഞാൻ എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം നിങ്ങൾ നേരിൽ കാണുമ്പോൾ പറഞ്ഞാ മതി. എന്താ എന്താ അങ്കിൾ ചോദ്യം? ശരി, എന്നാ കേട്ടോളൂ. നല്ലവനായി ജീവിക്കുന്ന ഒരുവനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്ത്? അപ്പോൾ ശരി, നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. നമുക്കൊരു ദിവസം ഇതുപോലെ ഇരിക്കാം. ശരി അങ്കിൾ. ഹലോ അച്ചായ, ഇത് ഞാനാ. ആ, പറയൂ തോമസേ. ഞാനിന്ന് കുട്ടികളെ കണ്ടിരുന്നു. ആഹാ,
തോമസ് ഇതിനിടയ്ക്ക് ഗാർഡനിലും പോയോ? ആ, ഞാൻ പോയി. മാത്രമല്ല, അവർക്കൊരു ചോദ്യം കൂടി നൽകിയിട്ടാ ഞാൻ പോന്നത്. ചോദ്യമോ? എന്ത് ചോദ്യം? നല്ലവനായി ജീവിക്കുന്ന ഒരുവനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്താണെന്ന്. നല്ല ചോദ്യം. എന്റെ കർത്താവേ, ഇപ്പോൾ ഉത്തരം കിട്ടാൻ എല്ലാവരും എന്റെ അടുത്തേക്ക് വരുമല്ലോ. കൂടെ ഒരു കഥയും പറയേണ്ടി വരും. അച്ചായനറിയാത്ത ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ബൈബിളിലുണ്ടോ? പിന്നെ എന്താ? ചോദ്യം സിമ്പിൾ ആണെന്നേ. ആദ്യത്തിന് ആൻസർ അറിയാമോ? അല്ല, ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്കുത്തരം അറിയില്ല എന്ന് മനസ്സിലായി. നല്ലവനായി ജീവിക്കുന്നവനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്തായിരിക്കും? ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യം തന്നെയാണെന്നേ. ആദ്യം കേട്ടപ്പോ ഞാൻ ഓർത്തു സിമ്പിൾ ആയിരിക്കുമെന്ന്. ശരിയാ. നമുക്കെന്നാൽ ഗ്രാൻഡ്പയോട് ചോദിച്ചാലോ? അതെ, ഇനി അതേ ഉള്ളൊരു മാർഗം. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഗ്രാൻഡ്പാ, തോമസ് അങ്കിൾ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. നല്ലവനായി ജീവിക്കുന്ന ഒരുവനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്താണെന്നല്ലേ ചോദ്യം? തോമസ് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഗ്രാൻഡ്പാ അതിനുത്തരം? ഞാനെന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒരു കഥ പറയാം. അതിൽ ഉത്തരമുണ്ട്. നിങ്ങളും ശ്രദ്ധിക്കണേ. ഒരിക്കൽ അർക്കേഡിയൻ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിൽ വെച്ച് ഉപദേഷ്ടാക്കളുടെ ഒരു രഹസ്യ സമ്മേളനം വിളിച്ചുകൂട്ടി. കോൺസ്റ്റാന്റിനോപ്പോളിലെ പാത്രിയാർക്കീസായിരുന്ന ജോൺ ക്രിസ്റ്റോസ്റ്റത്തിനോട് എപ്രകാരം പ്രതികാരം ചെയ്യണം എന്നാരായാനായിരുന്നു ആ രഹസ്യ സമ്മേളനം. ഉപദേഷ്ടാക്കൾ തലപുകഞ്ഞാലോചിച്ചു. പല പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നു. നാട് കടത്തുക, സ്വത്തെല്ലാം കണ്ടുകെട്ടുക, ജയിലിലടയ്ക്കുക. എന്നാൽ ഒരാൾ മാത്രം അഭിപ്രായങ്ങൾ പറയാതെ ആലോചിച്ചിരിക്കുന്നത് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി. അദ്ദേഹത്തെ നാടുകടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന് സ്വന്തം നാട് പോലെയാണ്. ജയിലിലടച്ചിട്ടും കാര്യമില്ല. കാരണം അദ്ദേഹം അവിടെ സന്തോഷവാനായി കഴിയും. പിന്നെ സ്വത്ത് കണ്ടുകെട്ടിയാൽ നഷ്ടം അദ്ദേഹത്തിനല്ല, മറിച്ച് പാവങ്ങൾക്കാണ്. അദ്ദേഹം ഭയപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്ന് ചക്രവർത്തി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് പാപം ചെയ്യിക്കുക. പാപം. നല്ലവനായി ജീവിക്കുന്ന ഒരുവൻ ഏറ്റവും ഭയപ്പെടുന്നത് പാപത്തെയാ. മിടുക്കി. ഈ കഥയുടെ സാരാംശം ഇതാണ്. നല്ലവനായി ജീവിക്കുന്ന ഒരുവന്റെ കാഴ്ചപ്പാടും നല്ലതായിരിക്കും. അവൻ തന്റെ ചുറ്റുപാടിനെ നന്മയിലൂന്നിയേ കാണാൻ ശ്രമിക്കുകയുള്ളൂ. എന്നാൽ പാപവും പാപബോധവും അവനെ തച്ചുടയ്ക്കുന്നു. അത് അവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് തോമസ് അങ്കിളിനോട് ഉത്തരം പറയാമല്ലോ. പറയാം ഗ്രാൻഡ്പാ. മിടുക്കർ. താങ്ക് യു ഗ്രാൻഡ്പാ.